നക്ഷത്രമണ്ഡലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നക്ഷത്രമണ്ഡലത്തിൽ ഫെബ്രുവരി 1-ാം തീയതി മുതൽ 29-ാം തീയതി വരെയും, മകരമാസം 12-ാം തീയതി മുതൽ കുംഭമാസം 16-ാം തീയതി വരെ വരുന്ന ദിവസങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് തന്നെയാണ് ആദ്യമായി പറയുന്നത്. ഇപ്പോൾ ആദ്യമായി പറയുമ്പോൾ പൊതുവെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചില നേട്ടങ്ങൾ തന്നെയാണ് ഒരു ചില നക്ഷത്രക്കാർക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മകരമാസത്തിൻ്റെ അർദ്ധഭാഗവും കുംഭമാസത്തിൻ്റെ അർദ്ധഭാഗവും ചേർന്ന് വരുന്ന ഈ സമയങ്ങളിൽ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് താരതമ്യേന സമ്മിശ്ര ഫലങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. സമ്മിശ്ര ഫലം എന്ന് കാണുമ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളിൽ ഗുണങ്ങളും ചില കാര്യങ്ങളിൽ ഗുണങ്ങളും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിൽ ക്ലേശങ്ങളുമായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഗുണഫലങ്ങളിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് കർമ്മരംഗം വളരെ ശോഭിക്കാൻ കഴിയാതെ കണ്ട് ചെറിയ ചില സങ്കടാവസ്ഥയിലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ഉദ്യോഗാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ചെറിയ ചില ബുദ്ധിമുട്ടുകളാണ് കാണേണ്ടത്. എന്നാൽ വിദ്യാർത്ഥികൾക്കും ഇതേ അവസരം തന്നെയാണ് വരേണ്ടത്. ഇപ്പോൾ മറ്റു ചില കാര്യങ്ങളിൽ സമാധാനം തന്നെ വരും. മറ്റു ചില കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പരിധി വരെ സമാധാനങ്ങൾ ഉണ്ടാവും. എങ്കിലും അത് പൂർണ്ണമായ സമാധാനത്തിലല്ല കാണുക. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിട്ടാണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദുരിത ദോഷങ്ങൾ ഇതൊക്കെ എടുത്തു പറയേണ്ട ചില വിഷയങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഒരു ചില സമയങ്ങളിൽ ഒരുപാട് ഗുണ അനുഭവങ്ങൾ ഉൾക്കൊണ്ടു എങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ ചെറിയ ചില തടസ്സകാരങ്ങളായിട്ടാണ് കാണുക. പ്രത്യേകിച്ചും കുംഭമാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില വിഷഭയങ്ങളും അതുപോലെ തന്നെ വാഹനത്തിൽ നിന്ന് വരുന്ന ചില തടസ്സ ദോഷങ്ങൾ വീഴ്ചകളുമൊക്കെ ചില വിഷയങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അത് ചില മാനസിക പ്രയാസങ്ങളൊക്കെ വരുത്താം. അതുപോലെ തന്നെ ധനകാര്യങ്ങളിലും ചില തർക്കദോഷങ്ങളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു പരിധിവരെ സമാധാനം ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ സമ്മിശ്രമാണല്ലോ. അപ്പോൾ ഇതിൽ ദോഷകാരണം അതെന്താണെന്നുള്ളതാണ് കാണേണ്ടത്. ദോഷകാരണം അതായത് മേടക്കൂറിൻ്റെ രാശി അധിപൻ പറയുന്നത് ചൊവ്വയാണല്ലോ. അപ്പോൾ ചൊവ്വയ്ക്ക് തീർച്ചയായിട്ടും വഴിപാട് കർമ്മങ്ങൾ ചെയ്ത് പോരുമ്പോൾ ഒരു പരിധിവരെ സമാധാനം കിട്ടും. പിന്നെ ഇതിൽ തന്നെയാണല്ലോ വ്യാഴത്തിൻ്റെ സഞ്ചാരം. അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് ചില ഗുണഫലങ്ങൾ ഉണ്ടാവാനും ലഗ്നവ്യാഴം കൊണ്ട് ഉദ്ദേശിച്ച ഫലങ്ങൾ ഉണ്ടായിക്കോളുന്നില്ല. എങ്കിലും ഫലങ്ങൾ കിട്ടാനും ഈ കൂറിൻ്റെ അധിപനായി വരുന്ന ചൊവ്വയെക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവാനുമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണ വഴിപാട് അതുപോലെ തന്നെ ഒരു പരിധിവരെ നല്ല വഴിപാടാണ്. അതുപോലെ തന്നെ മനസമാധാനത്തിനും അതുപോലെ തന്നെ ഭോജന സൗഖ്യത്തിനുമായിക്കൊണ്ട് കണ്ണിന് വെണ്ണ വഴിപാട് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുന്നതൊക്കെ ഒരു പരിധിവരെ ദുരിതദോഷങ്ങൾക്ക് മാറ്റങ്ങൾ വരാമെന്ന് പറയാം. പിന്നീട് വ്യാഴത്തിൻ്റെ ദോഷങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു വരം കിട്ടിയെന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നീട് ചൊവ്വയ്ക്കാണ് കാണേണ്ടത്. ചൊവ്വ എന്ന് പറയുന്നത് ഭഗവതി തന്നെയാണ്. തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കൂടി കഴിക്കുമ്പോൾ മേടക്കൂറിൽ വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ചില ശത്രുദോഷങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ തട്ടകത്തിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൽ തന്നെ ദേഹശത്രു കർമ്മ മുട്ടുകൾ തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റം വന്നുകൊണ്ട് സമ്മിശ്ര ഫലങ്ങളിൽ ഗുണഫലങ്ങൾ കൂടുവാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ചില മാറ്റങ്ങളോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കാണാം. ഇടവക്കൂറിൽ
കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി, മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ ശനിയെക്കൊണ്ട് ചില ദോഷങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കൂറിൻ്റെ അധിപനായി വരുന്ന ദോഷങ്ങൾ ശുക്രനെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ മാസത്തിൻ്റെ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ശുക്രൻ്റെ ചില മാറ്റങ്ങളുണ്ട്. അതും ഒരു പരിധിവരെ ചില സങ്കടദോഷങ്ങൾ വരുത്താം. അതുപോലെ തന്നെ ശനിയെ കൊണ്ടും ചില സങ്കടദോഷങ്ങൾ വരുത്താം. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും ഇത്തരത്തിൽ വരുമ്പോൾ ഈ ഇടവക്കൂറിൽ വരുന്ന ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് പൊതുവെ പൂർണ്ണമായും ദേഹദോഷങ്ങളോ അല്ലെങ്കിൽ സമാധാനം കുറയേണ്ട അവസരങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചില ആപത്തുകൾ ഒക്കെ സംഭവിക്കുന്ന സ്ഥിതികളൊക്കെയാണ് കാണേണ്ടത്. സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ അധിപനായി വരുന്നത് ശുക്രനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിക്കാണ് വഴിപാടിന് ഏറ്റവും പ്രാധാന്യം കാണേണ്ടത്. ഹനുമാൻ സ്വാമിക്ക് കുറച്ചവിലും അതുപോലെ തന്നെ വെറ്റില മാലയും അതുപോലെ തന്നെ നെയ്യ് വിളക്കം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ലഗ്നാധിപനിൽ വരുന്ന മൗഢ്യദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ്. പിന്നീട് ഇവർക്ക് ശനിയെ കൊണ്ടാണ് ദോഷങ്ങൾ കാണേണ്ടത്. അപ്പോൾ ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനവും ശിവന് മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ധാര വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ അലങ്കാരത്തിനായിട്ട് കൂവളമാലയും ദേവന് ഒരു നിവേദ്യമായി കഴിക്കുക. അത് ശിവഭഗവാന് തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കിടാവിളക്കും കൂവളമാലയും കഴിക്കുന്ന പോലെ തന്നെ ഒരു നിവേദ്യം കഴിക്കുമ്പോൾ മനസമാധാനത്തിനായിട്ട് ഒരു ധാരയും വഴിപാട് കഴിക്കുമ്പോൾ ഈ ദോഷത്തൊന്നും ഒരു പരിധിവരെ മാറി മുന്നോട്ട് പോകാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈശ്വര പ്രാർത്ഥന തന്നെയാണ്, അത് ശിവ പ്രാർത്ഥന തന്നെയാണ് മുഖ്യമായിട്ടും കാണേണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ആപത്തുകളോ അല്ലെങ്കിൽ ദുരിതങ്ങളൊക്കെ വരുന്നതിൽ നിന്നൊരു മാറ്റങ്ങൾ വന്നുകൊണ്ട് ശനീശ്വര പ്രീതിയും കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടദോഷത്തിൽ വരുന്നത് കർമ്മ തടസ്സദോഷങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെ വരുന്ന കർമ്മ തടസ്സദോഷത്തിന് ചില ഗണപതി ക്ഷേത്രങ്ങളിലെ ഗണപതിക്ക് മുട്ട് തീർക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഗണപതിക്ക് എന്തെങ്കിലും ഒരു വഴിപാട് കർമ്മങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഒറ്റപ്പം വഴിപാട് തന്നെയാണ്. അങ്ങനെ ഒരു വഴിപാട് കഴിച്ചിട്ട് തടസ്സമുട്ട് അത് ഗണപതിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കർമ്മ തടസ്സമുട്ടും ദേഹ ദുരിതമുട്ടും തീർക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്കും ഒരു പരിധിവരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. മിഥുനക്കൂറിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ ചില അവസരങ്ങളും അതുപോലെ തന്നെ ചില നേതൃത്വഭാവങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന അവസരങ്ങളും സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന സ്ഥിതികളും ഒക്കെ തന്നെയാണ് കണ്ടത്. ആരാൻ്റെ ധനമെങ്കിലും അത്യാവശ്യം ചിലവഴിക്കാൻ കയ്യിലുണ്ടാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗ്രഹാന്തരീക്ഷം ചില മോശങ്ങളായിട്ടാണ് സംഭവിക്കുക. ഗ്രഹാന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഭവനത്തിലെ പൂർണ്ണമായൊരു സമാധാന സന്തോഷം കിട്ടി കാണണമെന്നില്ല. അതുപോലെ തന്നെ കുടുംബ സമാധാനം കുറയുന്നതും ചില ദേഹദോഷങ്ങളും തർക്കങ്ങളൊക്കെ ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കാമെന്ന് പറയും. അപ്പോൾ ഇതിന് ചില സങ്കടങ്ങൾ തന്നെയാണല്ലോ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ മിഥുനൻ രാശിയിൽ അധിപനായി വരുന്ന ബുധനും ചില സങ്കടദോഷത്തോടെ മൗഢ്യത്തോടെ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില മനോവിഷമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട് കാണേണ്ടത്. ഈ മനോവിഷമങ്ങളെന്ന് പറയുന്നത് ആരോടും പറയാൻ പറ്റാത്തതും എന്നാൽ ഒരുപാട് സങ്കടത്തോടെ വരുന്ന അവസരങ്ങളാണല്ലോ. ഇത് എവിടെ നിന്ന് വന്നാലും എങ്ങനെ വന്നാലും ഇത് പൂർണ്ണമായി തീർന്നുകൊണ്ട് സമാധാന സന്തോഷമാവാൻ നരസിംഹഭാവ ക്ഷേത്രത്തിൽ വരുന്ന ക്ഷേത്രത്തിലെ പാനകം വഴിപാട് കഴിക്കുക. ഇത് എല്ലാ ശത്രുദോഷത്തിനും ഒരു പരിധി വരെ പരിഹാരങ്ങളാണ്. അതുപോലെ തന്നെ ദേവന് പാൽപ്പായസവും തുളസിമാലയും നെയ്യുടക്കും കഴിക്കുക. ഈ ക്ഷേത്രത്തിൽ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക നരസിംഹഭാവ ക്ഷേത്രത്തിൽ. തീർച്ചയായിട്ടും ഈ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ചില തടസ്സദോഷങ്ങളും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾക്കൊക്കെ ഈ ഒരു വഴിപാട് തന്നെ ഇവരെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക്, ശത്രുദോഷം കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. കർക്കിടകക്കൂറ് അല്ലെങ്കിൽ കർക്കിടക രാശി തന്നെ. പുണർദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രഭാവങ്ങളുള്ളത്.
കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും മനോവിഷമങ്ങളും ചില സങ്കടങ്ങളും തർക്കങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സ്ഥിതിയിൽ തന്നെയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും മനോവിഷമങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പരിഹാരമായിട്ട് മുന്നോട്ട് പോകേണ്ടതും, അതുപോലെ തന്നെ എന്തൊക്കെ ദോഷങ്ങളാണെന്നുള്ള ഏറ്റവും പ്രധാനമായിട്ട് കലഹദോഷങ്ങളാണ് സംഭവിക്കേണ്ടത്. കൂടെ നിൽക്കുന്നവർ തന്നെ വഞ്ചനപരമാകുന്ന പ്രവർത്തികളും കൂട്ട് ബിസിനസ്സാണെങ്കിൽ അത് നഷ്ടപ്പെടുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ വ്യാപാര അഭിവൃദ്ധികൾ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു കലഹത്തോടെയോ ശത്രുദോഷത്തോടെയാണ് സംഭവിക്കേണ്ടതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഉദ്യോഗത്തിൽ വരുന്ന ചില വീഴ്ചകൾ, ചില മാനഹാനികളോ തർക്കങ്ങളോ ഒക്കെ വരുത്താമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുകയും ഈ തർക്ക തടസ്സദോഷങ്ങൾക്ക് പൂർണ്ണമായും നീങ്ങാനായിക്കൊണ്ടും സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിക്കൊണ്ടും ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ ഗുരുതി പൂജയും അതുപോലെ തന്നെ ഗുരുതി പൂജയോടുകൂടെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലിയും നടത്തിക്കൊണ്ട് ദേഹ കർമ്മ ശത്രു മുട്ടുകൾ തീർക്കാം. ദേഹ കർമ്മ ശത്രു മുട്ടുകൾ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഇതുകൊണ്ട് കർക്കിടക രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് സമാധാനം കിട്ടും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവരെ സംബന്ധിച്ച് ആലോചിച്ചും ചിന്തിച്ചും പറയുന്ന വാക്കുകൾ ഇവർക്ക് ഒരു പരിധിവരെ സമാധാനം കിട്ടും. എങ്കിലും വഞ്ചനയിൽ കുടുങ്ങാതെ കണ്ടോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കാതെ കണ്ടോ ഉൾബുദ്ധിയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ പലതൊന്നും മാറി നിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇങ്ങനെ വരുന്ന ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ദേവിക തന്നെ ഒരു പരിധിവരെ സമാധാനം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് ദേവീക്ഷേത്ര ദർശനവും ഈ വഴിപാടും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കാണാം. ചിങ്ങക്കൂറിൽ ആയില്യം, മകം, പൂരം. ഇതിൽ ചിങ്ങക്കൂറിൽ വരുന്നത് ഈ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ദോഷം പൂരത്തിനാണ്. മകം, പൂരം, ഉത്രം അങ്ങനെയാണ് 2 ഭാഗം വരിക. മകം, പൂരം, ഉത്രം. ഉത്രം കാലുഭാഗമേ ഉള്ളൂ. അങ്ങനെ 2 ഭാഗം വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി കണ്ടത് പൂരനാട് തന്നെയാണ്. അതിൽ ഈ 2.25 ഭാഗത്തിലെ കാൽഭാഗമാണ് ഉത്തരത്തിനുള്ളൂ. അപ്പോൾ പൂരത്തിന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും കഠിനമായിട്ട് ജലദോഷങ്ങൾ, ജലം കൊണ്ട് വരുന്ന നീർദോഷങ്ങൾ, അതുപോലെ തന്നെ ശരീരവേദന, അതുപോലെ തന്നെ ആപത്തുകൾ സംഭവിക്കുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് ശരീരത്തിന് അസുഖങ്ങൾ വരുന്ന അവസരങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനി എന്നൊരു ദുരിതദോഷങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ കണ്ടകശനി കൊണ്ട് വരുന്ന ദോഷങ്ങളും ഒരു പരിധിവരെ അസുഖം കൊണ്ടേ ജീവിക്കുമെന്നാണല്ലോ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഈ കണ്ടകശനി ചില വിദ്വേഷങ്ങളെന്ന് വെച്ചാൽ എല്ലാവരോടും ഒരു ഇഷ്ടക്കുറവ് വരുന്നതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ നക്ഷത്രക്കാരോട് ഒരു ഇഷ്ടക്കുറവ് വരുന്നതോ ഇതൊരു കൂറടിസ്ഥാനത്തിൽ പറയുമ്പോൾ 2 ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പൂരത്തിനെ കണ്ടുവന്നേ ഉള്ളൂ. എങ്കിലും മകം, പൂരം, ഉത്രം വരുന്ന 2 ഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചില വിദ്വേഷങ്ങളോ സംഭവിക്കുക എന്ന് പറയും. അത് ഇവർക്ക് മറ്റുള്ളവരോടാവാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇവരോടാവാം. അതുകൊണ്ട് തന്നെ ഈ നേതൃത്വ സ്ഥാനം കൈക്കൊള്ളുന്ന ആൾക്കാരൊക്കെ എപ്പോഴും വാക്കുകൊണ്ട് തർക്കങ്ങളോ അല്ലെങ്കിൽ കലഹങ്ങളൊക്കെ സംഭവിക്കാമെന്ന് പറയും. എന്നിരുന്നാലും ഇവർക്ക് നേതൃത്വ പടവം അല്ലെങ്കിൽ കൈയടക്കാൻ കഴിയുന്ന ചില സ്ഥിതികളുണ്ട്. അത് ഈശ്വരാധീനം തന്നെയാണ്. ഇവർക്ക് ഏറ്റവും തടസ്സകാരകനായി വരുന്നത് ശനി തന്നെയാണ്. മറ്റൊന്ന് ഇവർക്ക് ഏറ്റവും ദുരിതപ്പെടുത്തുന്നതും ഈ സൂര്യൻ എന്ന ഒരു ഗ്രഹം ചിങ്ങക്കൂറിൻ്റെ അധിപനായി വരുന്നതും ഈ സൂര്യൻ എന്ന ഗ്രഹം മകരം, കുംഭം രാശികൾ സഞ്ചരിക്കുമ്പോൾ അത് ശത്രുസ്ഥാനങ്ങൾ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്നാണ് അതിൻ്റെ കാരണങ്ങൾ. ശത്രുസ്ഥാനം എന്ന് പറയുന്നത് ശനിയുടെ ഗ്രഹമാണ്. ശനിയും സൂര്യനും പരസ്പരം ശത്രുക്കളാണല്ലോ. അപ്പോൾ ശനീശ്വരൻ്റെ ദുരിതദോഷങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം കിട്ടും. എന്നിരുന്നാലും ഈ പകൽ സമയങ്ങൾ കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദേവദോഷങ്ങളോ വീഴ്ചകളൊക്കെ സംഭവിക്കാമെന്ന് പറയും. അത് സൂര്യൻ്റെ അസ്തമന ശേഷമാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സൂര്യനെക്കൊണ്ട് പൂർണ്ണമായൊരു നേട്ടങ്ങൾ കിട്ടാത്തൊരു അവസരവും ശനിയെക്കൊണ്ട് ചില ദുരിതങ്ങൾ വരുന്ന അവസരങ്ങളും തന്നെയാണ് ഇതിൽ കാണേണ്ടത്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചെയ്യേണ്ട വഴിപാടിൽ ഏറ്റവും പ്രധാനം സൂര്യൻ എന്ന ഗ്രഹത്തിനും ശനി എന്ന ഗ്രഹത്തിനും കൂട്ടായി നിന്നുകൊണ്ട് ശിവക്ഷേത്രം തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അപ്പോൾ ശിവന് തന്നെ ഇതിന് ഏറ്റവും മൃത്യുഞ്ജയ ഹോമം കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാം, അല്ല കഴിച്ചവരാണെങ്കിൽ ഇത് ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ കഴിച്ചാലും മതി.
മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ മനസ്സമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനും കിടാവിളക്ക് ആയുർദോഷത്തിനും നിവേദ്യവും സമർപ്പിക്കും. തീർച്ചയായിട്ടും ഈ കഠിന വ്യാധി ദോഷത്തിനും അതുപോലെ തന്നെ മനോവിഷമത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ സൂര്യൻ്റെ ചില നേട്ടങ്ങൾ കൈവരിക്കാനും സൂര്യനെ കൊണ്ട് ചില പ്രീതികൾ കിട്ടാനും ഈ കുംഭമാസത്തിലും മാസത്തിലും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കഠിനമായ സമയം. സൂര്യൻ സഞ്ചരിക്കുന്നതും ശനിയുടെ ഗ്രഹത്തിൽ കൂടെയാണ്. അപ്പോൾ ശനി ശത്രുസ്ഥാനത്തുമാണ്. അതുകൊണ്ട് ചില മനോവിഷമങ്ങളും ദുരിതങ്ങളും ദേഹദോഷങ്ങളും നീർക്കൊണ്ട് വരുന്ന ദോഷങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണങ്ങളായി വരുന്നത്. ഇതിന് ഏറ്റവും പരിഹാരമായി ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു വഴിപാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്നതും ഒരു പരിധിവരെ സമാധാനമാണ്. ഈ മുരുകൻ ക്ഷേത്രത്തിലെ എല്ലാ ശത്രുദോഷത്തിനെയും, അതായത് പിതൃഭാവ ശത്രുദോഷത്തിനെയും മാതൃഭാവ ശത്രുദോഷത്തിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ഈ മുരുകൻ സന്നിധിയിലെ പാലാഭിഷേകം ദേഹപുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിക്കുമ്പോൾ ഈ ദോഷത്തു നിന്നും ഒരു പരിധിവരെ പരിഹാരങ്ങളാണ്. അപ്പോൾ കഴിയും വഴിപാടായിക്കൊണ്ട് ഇത് കഴിക്കുകയും ഈ ക്ഷേത്രത്തിൽ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കാണേണ്ടത്. കന്നിക്കൂറിൽ ഉത്രം അത്തം ചിത്രയുടെ അരഭാഗ്യമുള്ളൂ. അപ്പോൾ ഉത്രം മുക്കാൽ ഭാഗമുള്ളൂ, അത്തം മുഴുവനായിട്ടുണ്ട്, ചിത്ര അരഭാഗമുണ്ട്. ഇങ്ങനെയാണ് 2/4 ഭാഗം വരുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അനാവശ്യമായ ചില ദോഷങ്ങളോ ധനനഷ്ടങ്ങളോ ഒക്കെ സംഭവിച്ചിരിക്കാമെന്നാണ് പ്രധാനമായിട്ടും കാണേണ്ടത്. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസങ്ങളായി വരുന്നതും കുടുംബത്തിലെ പൂർണ്ണമായും ചില അസ്വസ്ഥതകളോ സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടത്. ഇതിനൊക്കെ മറികടക്കാനായിക്കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ നാഥനായി വരുന്നതും ബുധൻ തന്നെയാണല്ലോ. ബുധൻ്റേതായ ചില മൗഢ്യദോഷങ്ങൾ കാണുന്നത് കൊണ്ട് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ മനക്ലേശങ്ങൾ, അതുപോലെ തന്നെ ധനനഷ്ടങ്ങൾ, അതുപോലെ തന്നെ കുടുംബത്തിലെ ഛിദ്രങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങളൊക്കെ സംഭവിക്കുന്ന അവസരങ്ങളും തൊഴിൽ രംഗങ്ങളിൽ ചില നഷ്ടങ്ങളും വരുന്ന സ്ഥിതിയിലാണ് കാണേണ്ടത്. ഉദ്യോഗാർത്ഥികളാണെങ്കിലും ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇതൊന്നൊക്കെ മറികടക്കാനായിക്കൊണ്ട് ഈ കന്നിക്കൂറിൻ്റെ അധിപനായി വരുന്ന ബുധൻ തന്നെയാണ് ഒരു പരിധിവരെ പ്രധാനം. അത് നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ നരസിംഹഭാവത്തിൽ വരുന്ന ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും ദേഹപുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനകം വഴിപാടും കഴിക്കും. അപ്പോൾ ഒരു പരിധിവരെ ഈ ശത്രുദോഷങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. പിന്നീട് തുലാക്കൂറാണ്. ഇവിടെ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ ഒരുപാട് സങ്കടദോഷത്തോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ലഗ്നാധിപനായി വരുന്നതും അതുപോലെ തന്നെ ചില സങ്കടദോഷങ്ങളും ദുരിതങ്ങളും വരുന്നതും അതുപോലെ തന്നെ മനപ്രയാസം കൂടുന്ന അവസരങ്ങളും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ടും കാണേണ്ടത്. അല്ലെങ്കിൽ ഭവനം വിട്ടുകൊണ്ട് ഒരു താമസം, അല്ലെങ്കിൽ ഭവനത്തിൽ മാറിക്കൊണ്ട് താൽക്കാലിക ഭവനത്തിൽ കഴിയേണ്ടതോ ഒക്കെ അവസരങ്ങൾ ഉണ്ടാവാമെന്ന് പറയാം. പൂർണ്ണമായ സമാധാനം കിട്ടാത്ത അവസരങ്ങൾ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസരങ്ങളും ഉണ്ടാവാമെന്ന് പറയാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ചില വിഷമം തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് തീർത്തും പരിഹാരമായിട്ട് കാണേണ്ടതും ഇതിൻ്റെ അധിപനായി വരുന്ന ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. തുലാക്കൂറിൻ്റെ അധിപനായി വരുന്നത് ഏറ്റവും പ്രധാനമായി കാണുന്നത്, അതുപോലെ തന്നെ ദുരിതദോഷത്തിന് പരിഹാരമായി കാണേണ്ടത് ഹനുമാൻ സ്വാമി തന്നെയാണ്. ഇടവൻ രാശിക്കാർക്കും തുലാം രാശിക്കാർക്കും ഉപക്ഷേത്രങ്ങളാകുമ്പോൾ ഒരേ ദേവൻ തന്നെയാണല്ലോ വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമി തന്നെയാണ്. ഹനുമാൻ സ്വാമിക്ക് കുഴച്ചവിൽ ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ നെയ്വിളക്കും അതുപോലെ തന്നെ വെറ്റിലമാലയും സമർപ്പിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ശത്രുദോഷങ്ങൾ തീരാനായിട്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ ദേഹപുഷ്പാഞ്ജലി കഴിക്കണം. ഇത് ഒരു പരിധിവരെ ശത്രുദോഷം തീർന്ന് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ഇവർക്ക് ചില വിഘ്നദോഷങ്ങളാണ് കാണേണ്ടത്. ഈ വിഘ്നദോഷത്തിനെ മറികടക്കാനായിക്കൊണ്ട് ഗണേശൻ തന്നെയാണ് ഉത്തമം. അത് ഗണപതി ക്ഷേത്രത്തിലെ ഗണേശനായിക്കൊണ്ട് തന്നെ വിഘ്നമുട്ട് അല്ലെങ്കിൽ
വിഘ്നം തന്നെയാണ്. വിഘ്നമുട്ട് അതുപോലെ തന്നെ ശത്രുമുട്ടം തീർക്കും. തീർച്ചയായിട്ടും ഈ 2 വഴിപാട് കൊണ്ട് ഇവർക്ക് ഒരുപാട് സമാധാനത്തോടെ ഈ ഫെബ്രുവരി മാസത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. വൃശ്ചികക്കൂറ് അല്ലെങ്കിൽ വൃശ്ചികരാശി. വൃശ്ചികരാശിയിലെ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇങ്ങനെയാണ് 2 ഭാഗം. ഇവർക്ക് അറിയാതെ വരുന്ന ശത്രുദോഷങ്ങൾ, വൃശ്ചികക്കൂറിനെ എടുത്ത് പറയേണ്ടത് തന്നെ സ്വന്തം വാക്കുകൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ മുൻചൂണ്ടിയിൽ വരുന്ന ശത്രുദോഷങ്ങളൊക്കെ പ്രധാനമായിട്ടും വിലയിരുത്തേണ്ടതാണ്. ഇങ്ങനെ വരുമ്പോൾ തെറ്റായ വാക്കുകളോ പ്രയോഗിക്കപ്പെടുന്ന അവസരങ്ങളോ തെറ്റായ വാക്കുകൊണ്ട് വരുന്ന അപരാധ വാക്കുകളോ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതും ഒരു പരിധിവരെ മാനഹാനികളോ തർക്കങ്ങളൊക്കെ വരുത്താവുന്നത്. ഉദ്യോഗാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും വ്യാപാരികളാണെങ്കിലും സ്വന്തം വാക്കുകൊണ്ട് ശത്രുദോഷം വരാതെ സൂക്ഷിക്കുക എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, അറിയാതെ വരുന്ന ശത്രുവാദി തർക്കങ്ങളും തടസ്സദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി കാണേണ്ടതും വ്യാപാരം അല്ലെങ്കിൽ അഭിവൃദ്ധി കുറയുന്ന അവസരങ്ങളും അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളൊക്കെ തന്നെയാണ് എടുത്ത് പറയേണ്ടത്. മനപ്രയാസങ്ങൾ തന്നെയാണ്. ഇതിന് ഒരു പരിധിവരെ നാഗക്ഷേത്രത്തിൽ നാഗപൂജയ്ക്ക് തീർച്ചയായിട്ടും സമർപ്പിക്കാം. അത് ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഈ കേതുവിനെ കൊണ്ടും നാഗങ്ങൾക്ക് ഒരു ദോഷങ്ങൾ വരുന്നത് കേതു ദോഷത്തിനും നാഗക്ഷേത്രത്തിൽ തന്നെയാണ് പരിഹാരമായി കാണേണ്ടത്. അപ്പോൾ നാഗപൂജയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളരി പൂജയ്ക്ക് കൊടുക്കുക, അതൊക്കെ ഒരു പരിധിവരെ ഈ ശത്രുദോഷത്തിന് പരിഹാരമാണ്. പിന്നീട് ഇവർക്ക് 2ാം ഭാവാധിപനായി വരുന്നത് ധനുരാശിയിലധിപൻ വ്യാഴാണല്ലോ. അപ്പോൾ ഈ വ്യാഴത്തിനെ കൊണ്ടാണ് സ്വയം വാക്കുകൊണ്ടോ ശത്രുദോഷങ്ങളൊക്കെ സംഭവിക്കേണ്ടത്. ഇതിന് വിഷ്ണു ക്ഷേത്രം തന്നെയാണ് ഏറ്റവും പ്രധാനം. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ തന്നെ ഒരു ദേഹപുഷ്പാഞ്ജലിയും കഴിക്കാം. അപ്പോൾ ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇനി ധനുക്കൂറാണ് അല്ലെങ്കിൽ ധനുരാശി. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം ഉള്ളൂ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ഭാഗം ചേർന്ന് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് പൊതുവേ ഇപ്പോൾ കുറച്ച് നല്ല സമയമാണെന്ന് പറയാമെങ്കിലും ദോഷസമയമുണ്ട്. അത് ദോഷസമയത്തിൻ്റെ കാഠിന്യങ്ങളായി വരുന്നത് 4-ലെ രാഹുവാണ് ഒരു പ്രധാനമായിട്ട് കാണേണ്ടത്. 5-ലെ വ്യാഴം കൊണ്ട് ഗുണഫലങ്ങളുണ്ടെങ്കിലും 3-ലെ ശനിയും സമാധാനമാണ്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ഇവർക്ക് ചില വിഷമങ്ങളാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർക്ക് 4-ലെ രാഹു കുടുംബത്തിൽ പൂർണ്ണമായ സമാധാനം കിട്ടില്ല. ഇവരറിയാതെ കണ്ടുവരുന്ന സങ്കടദോഷങ്ങളും അതുപോലെ തന്നെ ഭവനത്തിൽ വരുന്ന സ്ഥിതിഗതികളെ കൊണ്ടും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് ദേഹാശ്വാസങ്ങൾ കൊണ്ടൊക്കെ ചില ദോഷങ്ങൾ വന്ന് മനപ്രയാസങ്ങൾ സംഭവിക്കാമെന്ന് പറയാം. അതുപോലെ തന്നെ പിന്നീട് ഇവർക്ക് വ്യാഴം അനുകൂലത്തിൽ നിൽക്കുമ്പോഴും അത് മേടൻ രാശിയിലാണല്ലോ. അപ്പോൾ അതിൻ്റെ അധിപനായി വരുന്നത് ചൊവ്വ തന്നെയാണ്. ഈ ചൊവ്വയുടെ ചില മൗഢ്യ സ്വഭാവങ്ങളും സങ്കടങ്ങളാണ് വരുത്തുന്നത്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ചൊവ്വയ്ക്കാണ് പിന്നീട് ഒരു വഴിപാട് ചെയ്യേണ്ടത്. ഒന്ന് രാഹുവിനും. അപ്പോൾ രാഹുവിന് വെള്ളരി പൂജയോ അല്ലെങ്കിൽ സർപ്പപൂജയോ സർപ്പപൂജയാണ് ഏറ്റവും പ്രധാനം. സർപ്പപൂജ കഴിച്ചുകൊണ്ടും പിന്നീട് ചൊവ്വയ്ക്കായിക്കൊണ്ട് അതുപോലെ തന്നെ തട്ടകത്തിൽ ഭഗവതിക്ക് അത് തന്നെ കഴിയും വഴിപാടായിട്ടും അല്ലെങ്കിൽ വിളക്ക് മാല നിവേദ്യമായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ചൊവ്വയ്ക്ക് തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക അല്ലെങ്കിൽ ഭഗവതിക്ക് ദേഹപുഷ്പാഞ്ജലി വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാവരും പറയുക നല്ല സമയമാണ്. 3-ൽ ശനി മുടി ചൂടും, 5-ൽ വ്യാഴം നന്നാവുന്നൊക്കെ പറയുക. എങ്കിലും ഈ ഗ്രഹങ്ങളെ ചിന്ത കൂടി കാണുമ്പോൾ അല്ലെങ്കിൽ ദൃഷ്ടിയിൽ വരുന്നതോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥാനങ്ങളുടെ ഗ്രഹങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ ഉൾക്കൊണ്ട് പറയുമ്പോൾ ഇത്തരത്തിലാണ് കാണേണ്ടത്. അപ്പോൾ മീനരാശിയിൽ രാഹു, മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ മേടൻ രാശിയിൽ അധിപൻ എന്ന് പറയുന്ന ചൊവ്വയാണല്ലോ. അപ്പോൾ ചൊവ്വയുടെ ഇപ്പം നിൽക്കുന്ന മാറ്റങ്ങളെ കൊണ്ടാണ് കാണേണ്ടത്. അപ്പോൾ ചൊവ്വയ്ക്കൊരു സമാധാനം കിട്ടുകയും അതുപോലെ തന്നെ സർപ്പത്തിനെ കൊണ്ട് ഒരു സമാധാനം കിട്ടി, അതായത് രാഹുവിനെ കൊണ്ട്. അതിന് ഈ 2 വഴിപാട് തീർച്ചയായും ഇവർക്ക് പര്യാപ്തമാണ്. അത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്.
മകരക്കൂറ്. മകരക്കൂറിൽ ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ദേഹദോഷങ്ങളുണ്ടല്ലോ. കാരണം കുംഭത്തിൽ ശനിയാണ്, അപ്പോൾ 7.5 ശനിയാണല്ലോ. അപ്പോൾ ഈ 7.5 ശനി എന്ന് പറയുന്നത് ഇടച്ചിൽ, തടസ്സങ്ങൾ, ബാധാദോഷങ്ങൾ, ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാനസികമായ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. അങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ശനി തന്നെയാണ്. ഇതിനെ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് നീരാഞ്ജന വഴിപാടും അതുപോലെ തന്നെ അട വഴിപാടും നെയ്വിളക്കൊക്കെ സമർപ്പിക്കുമ്പോൾ ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ പിന്നീട് ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാരയും അതുപോലെ തന്നെ കടാവിളക്കും കൂവളമാലയും നിവേദ്യവും സമർപ്പിക്കാം ശിവക്ഷേത്രത്തിൽ. തീർച്ചയായിട്ടും ഈ 2 ക്ഷേത്രങ്ങളുടെ വഴിപാട് ശാസ്താവിനും ശിവനും വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ ദോഷത്തിൽ നിന്നും ഒരു പരിധിവരെ സമാധാനം തത്സമയം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കുംഭൻ രാശിയിൽ 2.25 ഭാഗം നക്ഷത്രക്കാരെക്കുറിച്ച് കാണേണ്ടത്. ഇങ്ങനെയൊക്കെ ഇരുന്നാലും ഇവർക്ക് ദേഹദോഷങ്ങളും അതുപോലെ തന്നെ മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാമെന്ന് പറയും. മകരൻ രാശിക്ക് അധിപനായി വരുന്ന ശനിയാണ്. എങ്കിലും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മകരത്തിൻ്റെ ദൃഷ്ടിയിൽ വരുന്നത് ചൊവ്വ തന്നെയാണ്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് ഭഗവതിയാണ്. അപ്പോൾ മകരൻ രാശിക്കാരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് ഈ ചൊവ്വയ്ക്ക് മകരത്തിലാണ് ഏറ്റവും പ്രധാനം. ചൊവ്വ എന്നത് ഭഗവതിയാണ്. അപ്പോൾ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ദേഹ ശത്രുബാധ കർമ്മ മുട്ടമൊക്കെ തീർക്കുന്നതും വളരെ നല്ല സമയത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് മകരത്തിൽ ഇത് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ദോഷങ്ങൾ വരിക. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ മുട്ട് അറുത്ത് ദോഷങ്ങൾ തീർക്കുന്നതും ഒരു പരിധി വരെ നല്ലതാണ്. അടുത്തത് കുംഭൻ രാശി അല്ലെങ്കിൽ കുംഭക്കൂറ്. കുംഭക്കൂറിൽ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം, പൂരോട്ടാതി 3/4 ഭാഗം ചേർന്ന് വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുംഭൻ രാശിയിലാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനി ജന്മശനിയായിട്ടാണ് വിലയിരുത്തേണ്ടത്. ജന്മശനിയെക്കൊണ്ട് ശാരീരിക അവശതകളാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുക. ശാരീരിക അവസ്ഥകളും അതുപോലെ തന്നെ അറിയാതെ വരുന്ന ധനച്ചെലവുകളും ഒക്കെയാണ് എടുത്തു പറയാവുന്ന അവസരങ്ങളുണ്ടാവുക. അതുപോലെ തന്നെ മനപ്രയാസങ്ങൾ, ദോഷങ്ങളൊക്കെ കഠിനമായിട്ട് വരുന്ന വ്യാധികളാണ്. അപ്പോൾ ഇതിന്നൊക്കെ മറികടക്കാനായിട്ട് ഈ ജന്മശനിക്കാർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈ ശനി ദോഷ പരിഹാര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഒരു പരിധിവരെ നല്ലതായിട്ടാണ് കാണുന്നത്. അത് ജന്മനാളിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ 2.25 ഭാഗത്തിൽ വരുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ച് അവിട്ടം ചതയം പൂരോട്ടാതി 3/4 ഭാഗമാണല്ലോ. അപ്പോൾ ഇവർക്ക് അവരുടേതായ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ഈ പൂജാകർമ്മം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ശനി പ്രീതിക്ക് നല്ലതാണ്. ശനി ദോഷത്തു നിന്നും ഉത്തമമാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് ശനീശ്വര ക്ഷേത്രത്തിൽ ദർശിക്കുന്നതും വളരെ പവിത്രമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങൾ തന്നെയാണ് കാണേണ്ടത്. പിന്നീട് വരുന്നത് മീനൻ രാശിയാണ്. മീനക്കൂറ്. മീനക്കൂറിൽ പൂരോരട്ടാതി കാൽഭാഗ്യമുള്ളൂ, പിന്നെ ഉത്രട്ടാതി രേവതി, ഇങ്ങനെയാണ് 2.25 ഭാഗം. അപ്പോൾ ഈ പൂരോരട്ടാതി കാലും ഉത്രട്ടാതി രേവതി വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാരെ മീനം രാശിയിൽ അല്ലെങ്കിൽ മീനക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇവർക്ക് ഈ ലഗ്നത്തിൽ അല്ലെങ്കിൽ മീന രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുവാണ്. ഈ രാഹുവിനെ കൊണ്ട് വളരെ സമാധാനമൊന്നും കിട്ടില്ല. പിന്നെ വ്യാഴത്തിൻ്റെ രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നതും വളരെ പവിത്രമായ ഒരു അവസരത്തിലല്ല കാണുന്നത്. പ്രത്യേകിച്ച് മീനൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നതും ശുക്രനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശുക്രൻ്റെ മൗഢ്യത്വവും അതിൽ സഞ്ചരിക്കുന്ന രാഹുവും കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ദേഹദോഷങ്ങൾ, അല്ലെങ്കിൽ ദേഹത്തിന് വയ്യായ്ക വരിക, അല്ലെങ്കിൽ വീഴ്ച, ചതവുകൾ പറ്റുക, വാഹനാപകടങ്ങളൊക്കെ പറ്റാം. ഇതൊക്കെ തൊഴിൽ രംഗങ്ങൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക, യാത്രാവേളകൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, ശ്രദ്ധാപൂർവം. പിന്നീട് ഇവർക്ക് ജന്മാല വരുന്ന ദോഷങ്ങൾക്ക് ഈ നാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നാഗപൂജ കഴിക്കാം. അത് ഒരു പരിധിവരെ നല്ലതാണ്. പിന്നീട് ഈ ക്ഷേത്രത്തിൽ തന്നെ നാഗപൂജ കഴിക്കുന്ന പോലെ തന്നെ ശുക്രൻ എന്ന ഗ്രഹത്തിന് തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ്. അപ്പോൾ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ കഠിനമായി തീരാനും മോഹക്കാപ്പ് അങ്ങനെ ഒന്ന് ഹനുമാൻ സ്വാമിക്ക് കഴിക്കുക, ദുരിത ദോഷങ്ങൾ തീരാനും സമാധാനം കിട്ടാനും. അതുപോലെ തന്നെ കുഴച്ചാവിലെ നിവേദ്യമായി സമർപ്പിക്കുക. കുഴച്ചാവിൽ നിവേദ്യമായി സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിക്ക് ഭക്ഷണമാണ് അല്ലെങ്കിൽ ഭോജനം കൊണ്ടും
സമാധാനം കിട്ടും. പിന്നീട് ഈ തരത്തിൽ കഴിക്കുമ്പോഴും ഒരു നെയ്യ് സമർപ്പിക്കുക. തീർച്ചയായിട്ടും നെയ്യ് മുഖക്കാപ്പും അതുപോലെ തന്നെ കുഴച്ച അവിടെ സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഹനുമാൻ പ്രീതി കിട്ടുമ്പോൾ ഈ ശുക്രകാരകത്വം അല്ലെങ്കിൽ ശുക്രൻ്റെ സഞ്ചാരഭാവത്തിൽ വരുന്ന ദോഷത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് വിജയിക്കാമെന്ന് പറയാം. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ഈ മീനരാശിക്കാരെ സംബന്ധിച്ചിട്ട് വരുന്ന ദോഷത്തിൽ നിന്ന് ഒരു പരിധിവരെ ഈ 2 ക്ഷേത്ര വഴിപാട് കൊണ്ട് പൂർണ്ണമായും സമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 29-ാം തീയതി വരുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ മകരം മാസം 12-ാം തീയതി മുതൽ 16-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിലും അശ്വതി മുതൽ രേവതി വരെ വരുന്ന നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണദോഷ ഫലങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും നല്ലതായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്.